Hi everyone, welcome to our Hindi class. How are you? Okay, the last what we learned last class, chapter number 10, Kranti Dudhananne. Okay, today we are going to discuss chapter number 11, Yadon ke Charoke se, page number 60. All of you open page number 60. यादों के झरोखे से through the window of memories. യാദോं കെ ഝരോഖെ സെ എന്ന് വെച്ചാൽ ഓർമ്മകളിൽ നിന്ന് ഒരല്പഭാഗം നമ്മുടെ കലാം APJ അബ്ദുൽ കലാമിൻ്റെ വരികളാണ് കേട്ടോ. നന്നായിട്ട് ശ്രദ്ധിക്കുക. ആരായിരുന്നു APJ അബ്ദുൽ കലാം? നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? യെസ്, ലിസൺ. ഫസ്റ്റ് इंट्रोडक्शन. आदर्श माता पिता की साधारण सी दिखने वाली संतान अब्दुल कलाम ने असाधारण काम किए. इस पाठ से कलाम के बाल्य जीवन, शक्ति और प्रतिभा की झलक मिलती है. इन्होंने भारत को परमाणु शक्ति संपन्न राष्ट्र बनाया. देश के राष्ट्रपति पद को सुशोभित किया. ആദർശ മാതാപിതാക്കി സാധാരണ സി ദിഖ്നെ വാലി സന്താൻ അബ്ദുൽ കലാം. അപ്പോൾ അബ്ദുൽ കലാമിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക വലിയ ആളൊക്കെ ആയില്ലേ, വലിയ കുടുംബത്തിൽ നിന്ന് വലിയ ഫാമിലിയിൽ നിന്ന് വന്ന ആളായിരിക്കാം എന്ന് അല്ലേ? ഒരിക്കലും അല്ല. അബ്ദുൽ കലാം എന്ന് പറയുന്നത് സിമ്പിൾ ലുക്കിംഗ് ചൈൽഡ് ഓഫ് ഐഡിയൽ പാരൻസ്, അതായത് ഐഡിയൽ പാരൻസിൻ്റെ ആദർശ മാതാപിതാവിൻ്റെ ഒരു സാധാരണ ഒരു ആൺകുട്ടിയായിരുന്നു ആര്? അബ്ദുൽ കലാം. സാധാരണ ആയിട്ടുള്ള ഒരു ചെക്കനായിരുന്നു. പിന്നെയോ എന്നാൽ അബ്ദുൽ കലാമിനെ അസാധാരണ കാം കിയ, സാധാരണ കുട്ടിയാണെങ്കിലും അദ്ദേഹം എന്താണ് ഡിഡ് എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാം അസാധാരണമായിട്ടുള്ള ജോലികളായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നതൊക്കെ. സാധാരണ കുട്ടിയാണെങ്കിൽ കൂടി അസാധാരണമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം സംഭവിച്ചുകൊണ്ടിരുന്നത്. ഇസ് പാഠ് സെ കലാം കെ ബാല്യജീവൻ, ഈ പാഠത്തിൽ നിന്ന് നമുക്ക് കലാമിൻ്റെ ചൈൽഡ്ഹുഡ് ലൈഫിനെ പറ്റി, അതുപോലെ ശക്തി അവർ പ്രതിഭ, ടാലൻറ്റിനെ പറ്റി, പവറിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കാൻ പറ്റുന്നത്. അതായത് കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് ലൈഫിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ടാലൻറ്റ്. इन्होंने भारत के परमाणु शक्ति संपन्न राष्ट्र बनाया. दे मेड इंडिया ന്യൂക്ലിയർ പവർ നേഷൻ. അദ്ദേഹം ന്യൂക്ലിയർ പവർ നേഷനാക്കി നമ്മുടെ ഇന്ത്യയെ മാറ്റി. ദേശ് കെ രാഷ്ട്രപതി പദ് കോ സുശോഭിത് കിയ, രാഷ്ട്രപതിയായിട്ടും അദ്ദേഹം നമ്മുടെ നാട്ടിൽ രാഷ്ട്രപതിയുടെ രൂപത്തിലും പദവി അലങ്കരിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ കലാമിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. പാട് സിഖാത്താ ഹെ, ഇനി സീഖ് എന്താ നോക്കാം. മഹാനത കാ സമ്മാൻ, ഹോണർ ഓഫ് ഗ്രേറ്റ്നെസ്, അതായത് എപ്പോഴും എന്താണ് ഈ വലിയവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. എത്രത്തോളം കഴിവ് കണ്ടോ, നമ്മളെക്കാളും കഴിവുള്ള ആരാണെങ്കിലും നമ്മൾ അവരെ ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. സരളത ഓർ സാധകി, സിംപ്ലിസിറ്റി, എപ്പോഴും എന്താണ് ലാളിത്യം ഉണ്ടായിരിക്കണം, ലളിതമായിട്ടുള്ളൊരു ജീവിതമായിരിക്കണം. നമ്മൾ വലിയ ആൾക്കാർ, നമുക്കൊരല്പം കൂടിയാൽ മതി പണം, എന്താ കാണിക്കേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനെയല്ല, നമ്മൾ ലളിതമായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. സബ് ധർമ്മോക്ക സമ്മാൻ. പിന്നെ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ സബ് ധർമ്മോക്ക സമ്മാൻ, റെസ്പെക്ട് ഫോർ ഓൾ റിലീജിയൻ, എല്ലാ മതത്തെയും നമ്മൾ ബഹുമാനിക്കണം. ഇപ്പോൾ ഹിന്ദുക്കളായിക്കോട്ടെ, മുസൽമാൻ, അപ്പോൾ നമ്മളെ ഏറ്റവും വലിയ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഹിന്ദുസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിരിക്കാം. അപ്പോൾ അവർക്കും മതമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ മതം ഫോളോ ചെയ്യല്ല, അവരെ നമുക്ക് ബഹുമാനിക്കാം. ഓരോ മതങ്ങളെയും നമുക്ക് ബഹുമാനിക്കാം. സബ് ധർമ്മോക്ക സമയം, എല്ലാ മതത്തെയും നമ്മൾ ബഹുമാനിക്കാം. ശിക്ഷകർക്ക് പ്രതി ആദർഭാവ്, പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. കാരണം റെസ്പെക്ട് ഫോർ ടീച്ചേഴ്സിനെ എപ്പോഴും ബഹുമാനിക്കണം, റെസ്പെക്റ്റ് ചെയ്യണം. ശിക്ഷകർക്ക് പ്രതി ആദർഭാവ്, അത് കലാമിൻ്റെ കൂടെയുള്ളൊരു സ്വഭാവമായിരുന്നു. എപ്പോഴും ടീച്ചേഴ്സിനോട് പ്രത്യേക ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. ലക്ഷ്യക്കേലിയ കടി മെഹനത്ത്, കാരണം വർക്കിംഗ് ഹാർഡ് ഫോർ ദ ഗോളിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി, നമ്മുടെ എയിമിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം,
ഹാർഡ് വർക്ക് ചെയ്യണം. വർക്കിംഗ് ഹാർഡ്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താലേ നമ്മുടെ ഗോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. മഹാനതാ കാ സമ്മാൻ, ഹോണർ ഓഫ് ഗ്രേറ്റ്നെസ്, സിംപ്ലിസിറ്റി, रेस्पेक्ट फॉर ऑल रिलीजियस, शिक्षकों के प्रति आदर भाव, रेस्पेक्ट फॉर टीचर्स, वर्किंग हार्ड फॉर द गॉड. ओके, लेट्स मूव ऑन टू द लेसन. अब्दुल कलाम പറയാണ്, मेरा जन्म तमिलनाडु के रामेश्वरम कस्बे में एक तमिल परिवार में हुआ. मेरे पिता अधिक पढ़े लिखे नहीं थे, वे बहुत धनवान भी नहीं थे, पर बहुत बुद्धिमान और खुले विचारों के हैं. हम संयुक्त परिवार में रहते थे. हमारे घर में बाहर से आने वालों का भी तांता लगा रहता था. मेरी माँ आशी अम्मा उन सब के लिए खाना तैयार करती थी. मेरा जन्म, അബ്ദുൽ കലാം പറയാണ്, ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലെ രാമേശ്വരം ടൗണിലെ ഒരു തമിഴ് ഫാമിലിയിലായിരുന്നു. ഒരു തമിഴ് കുടുംബത്തിലായിരുന്നു. രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തമിഴ് ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത്. മേരെ പിതാ അധിക് പഠേ ലിഖേ നഹീ ഥേ, എൻ്റെ അച്ഛൻ മൈ ഫാദർ വാസ് നോട്ട് വെരി എഡ്യൂക്കേറ്റഡ്, എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് നന്നായിട്ട് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളൊന്നും ആയിരുന്നില്ല. വേ ബഹുത് ധൻവാൻ भी नहीं थे. He was not very rich either, but बहुत ബുദ്ധിമാൻ और खुले विचारों के है. എന്നാൽ അദ്ദേഹം എന്താണ്, ഹി വാസ് ഇൻ്റലിജൻ്റ് ആൻഡ് ഓപ്പൺ മൈൻഡഡ്. എൻ്റെ അച്ഛനെന്ന് പറയുന്നത് സാധാരണ ഒരു മനുഷ്യൻ. മേരെ പിത അധിക പഠേ ലിഖേ നഹീ ഥേ, നന്ന ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല എൻ്റെ അച്ഛൻ. എന്നാൽ പിന്നെയോ ബഹുത് ധൻവാൻ ഭീ നഹീ ഥേ, വളരെ വലിയ റിച്ചും ആയിരുന്നില്ല. പർ ബഹുത്ത് ബുദ്ധിമാൻ, എന്നാൽ വളരെയധികം ഇൻ്റലിജൻ്റ് ആയിരുന്നു. മാത്രമല്ല ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു, തുറന്ന ചിന്താഗതിക്കാരനായിരുന്നു. അതായിരുന്നു എൻ്റെ അച്ഛൻ്റെ പ്രത്യേകത. മനസ്സിലായോ? അപ്പോൾ സാധാരണ കുടുംബത്തിലായിരുന്നു എൻ്റെ അച്ഛൻ ഞാൻ ജനിച്ചത്. അതായത് വലിയ പണക്കാരനായിരുന്നില്ല, നല്ല ബുദ്ധിമാനായിരുന്നു. പക്ഷേ എന്താണ്, നന്നായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല ബുദ്ധി ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ന് ഈ നിലയിലെത്താൻ സാധിച്ചത്. हम संयुक्त परिवार में रहते थे. ഞങ്ങൾ ലിവ്ഡ് ഇൻ എ ജോയിൻറ്റ് ഫാമിലി, ഞങ്ങൾ ജീവിച്ചിരുന്നത് ഒരു ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു. ഹമാരെ ഘർ മേ ബാഹർ സെ ആനെ വാലോം കോ ഭി താന്താ ലഗാ രഹ്താ താ, ഞങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ നല്ല സ്വീകരണമായിരുന്നു. മേരി മാ ആശിയമ്മ ഉൻ സബ്കെ ലിയെ ഖാന തയ്യാർ കർത്തേ ഥേ, പ്രിപ്പയർ ഫുഡ് ഫോർ ദം ഓൾ, അവർക്ക് വേണ്ടി നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും എൻ്റെ അമ്മ ആശിയമ്മ. ഓക്കെ, मेरे माता पिता हमारे समाज में आदर्श दंपति माने जाते थे. मैं परिवार के कई बच्चों से एक था. सुंदर माता पिता का साधारण सा दिखने वाले बच्चा. हम लोग अपने पुश्तैनी घर में रहते थे. यह घर 19वीं शताब्दी में बनाया गया था. चूने पत्थर और ईंटों से बना यह पक्का और बड़ा घर रामेश्वरम की मस्जिद वाली गली में थी. എൻ്റെ മാതാപിതാ ഹമാരെ സമാജ് മേ ആദർശ ദമ്പതി മാനേ ജാത, ഒരു ഐഡിയൽ കപ്പിളായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. ഞങ്ങളുടെ ആ ഒരു പ്രദേശത്തൊരു ആദർശം, എന്താ ആദർശം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് എന്താ കണ്ടു പഠിക്കുക അല്ലേ, അവരെ കണ്ട് പഠിക്കാനൊക്കെ നമ്മൾ പറയാറില്ല, അതാണ് ആദർശ ദമ്പതി എന്ന് പറയുന്നത്. ഐഡിയൽ കപ്പിളായിരുന്നു. मैं परिवार में के कई बच्चों से एक था. എൻ്റെ വീട്ടിൽ ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് കുറേ കുട്ടികളുണ്ടായിരുന്നു, അതിലൊരുവനായിരുന്നു ഞാൻ. സുന്ദർ മാതാപിതാക്ക സാധാരണ സാ ദിഖ്നെ വാലെ ബച്ച, സുന്ദരമായ അച്ഛൻ്റെയും അമ്മയുടെയും സാധാരണ ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഹം ലോഗ്, ഞങ്ങളെല്ലാവരും കൂടി അപ്പനി പുഷ്തൈനി ഗർമേ രഹ്തേ, ഞങ്ങളുടെ ആ മനോഹരമായ വീട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. ഏ ഗർ 19वीं शताब्दी में बनाया था. 19th സെഞ്ചുറിയിലായിരുന്നു ഈ വീടുണ്ടാക്കിയത്. 19th സെഞ്ചുറിയിൽ ചൂനെ പത്തർ അവർ ഈണ്ടോ സെ ബനായ പക്ക അവർ ബഡാഘർ, വലിയ വീടായിരുന്നു. എന്താണ്, ചുട്ട കട്ടകളിലെ കട്ട കൊണ്ടൊക്കെ നിർമ്മിച്ച ഒരു വലിയ ആ വീട് രാമേശ്വരം കെ മസ്ജിദ് വാലി ഗലിമേൻ ഹെ. എന്താ അതെവിടെയായിരുന്നു? മോസ്കിൻ്റെ അടുത്തൊരു സ്ട്രീറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വീടിനും ഞാൻ ജോയിൻറ്റ് ഫാമിലിയിലായിരുന്നു. എൻ്റെ വീട്ടിൽ ഒരുപാട് കുട്ടികളിൽ ഒരുവനായിരുന്നു ഞാൻ. പിന്നെ സുന്ദരമായ മാതാപിതാക്കൾക്കുണ്ടായ സാധാരണ ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് പ്രത്യേകിച്ചൊരു പ്രത്യേകത ഉണ്ടായിരുന്നില്ല. സാധാരണ കുടുംബത്തിലായിരുന്നു, വലിയ ധനവാനായിരുന്നില്ല, പിന്നെയോ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല എൻ്റെ പാരൻസ്.
പിന്നെയോ ഇത്രയൊക്കെയാണ്. മേരെ പിതാക്കോ ദിഖാവ പസന്ത് നഹീ താ, മൈ ഫാദർ ഡിഡിൻ ലൈക്ക് ടു ഷോ ഓഫ്. എല്ലാം ഇങ്ങനെ ഷോ കാണിക്കുന്നതൊന്നും വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല, ഷോ ചെയ്യുന്നതിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതഹാ ഗർമയും ആവശ്യ ചീസേ ഹി ഹോത്തിത്തെ, വീട്ടിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമല്ലായിരുന്നു, അല്ലാതെ അതും ഇതൊക്കെ വാങ്ങിക്കൂട്ടി എല്ലാവരും ഇങ്ങനെ കാണിക്കുക അതൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. മേ കഹ സക്താ ഹും കി മേരാ ബച്പൻ ബേഫിക്രി അവർ സാദേപ്പൻ മേ ബീഥ. ഞാൻ പറഞ്ഞു കഴിഞ്ഞു നേരത്തെ, എന്ത് മേരെ ബച്പൻ, എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് സാദേപ്പൻ മേ എന്താ ലാളിത്യത്തോടെയായിരുന്നു. അതായത് വലിയൊരു കാട്ടിക്കൂട്ടലൊന്നുമല്ല, സാധാരണ ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത്. മേം പ്രായ അപ്പനി മാങ്കെ സാത്ത്, ഞാൻ എന്നും ഡെയിലി എന്ത് ചെയ്യും, പ്രഭാതത്തിൽ തന്നെ അപ്പനി മാങ്കെ സാത്ത്, എൻ്റെ അമ്മയോടൊപ്പം രസോയി മീൻ ജമീൻ പർ ബൈഠ്കർ, രസോയി മീൻസ് കിച്ചണിൽ അടുക്കളയിലെ താഴെ ജമീൻ എന്ന് പറഞ്ഞാൽ തറയിലിരുന്നിട്ട് ഖാന ഖായ കർത്താഥ, ഭക്ഷണം കഴിക്കുമായിരുന്നു. അതായത് ഞാൻ ഡെയിലി അമ്മയോടൊപ്പം അടുക്കളയിൽ നിലത്തിരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത്. വേ മേരെ സാമിനെ, അവരെൻ്റെ മുന്നിൽ എന്ത് ചെയ്തു, വേ എന്ന് വെച്ചാൽ അമ്മയാണ് കേട്ടോ. കേലേക്ക ബത്ത ബിച്ചാത്തി, ബത്ത ബിച്ചാത്തി എന്താ ബനാന ലീഫൊക്കെ നമ്മൾ വാഴയിൽ വിരിച്ചു തരും. അവർ ഫിർ ഉസ് പർ ചാവൽ, അതിൽ ചോറും നല്ല സുഗന്ധിത സ്വാദിഷ്ട സാമ്പാർ, നല്ല മണവും ടേസ്റ്റുള്ള നല്ല അടിപൊളി സാമ്പാറും. സാത്ത് മേ ഘർ കാ ബന അച്ചാർ, വീട്ടിലുണ്ടാക്കിയ അച്ചാർ. നാരിയൽ കി താസ ചട്നി, നല്ല നാളികേരം കൊണ്ടുണ്ടാക്കിയ അടിപൊളി ചമ്മന്തി. ഇതൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അതായത് ഞാൻ സാധാരണ കുട്ടിക്കാലത്തെ ഞങ്ങൾ എന്താണ് സാധാരണ ലളിതമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്നവരാണ്. ഞാൻ ഭക്ഷണം ഡെയിലി എൻ്റെ അമ്മയോടൊപ്പം അടുക്കളയിൽ നിലത്തിരുന്നിട്ടായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാഴയിലയിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ചോറും പിന്നെയോ നല്ല മണവും രുചിയൊക്കെ ഉള്ള സാമ്പാർ, അതോടൊപ്പം തന്നെ വീട്ടിലുണ്ടാക്കിയ അച്ചാർ, പിന്നെയോ നാരിയൽ കാ താജ ചട്നി, ചട്നി മീൻസ് ചമ്മന്തിയാണ് കേട്ടോ, നല്ല അടിപൊളി തേങ്ങ കൊണ്ടുണ്ടാക്കിയ ചമ്മന്തി. ഇതൊക്കെ കൂട്ടിയായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി रामेश्वरम जिस शिव मंदिर के कारण पूरे देश में प्रसिद्ध है, वह हमारे घर के अधिक दूर नहीं था. 10 मिनट पैदल चलकर हम मंदिर तक पहुंच जाते थे. हमारे आसपास अधिकतर मुस्लिम परिवार रहते थे. അതായത് രാമേശ്വരം ജിസ് ശിവമന്ദിർ കെ കാരണം പൂരെ ദേശമേ പ്രസിദ്ധേ. രാമേശ്വരം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, കാരണം അവിടെ പേര് കേട്ടൊരു അമ്പലമുണ്ട്, അതിൻ്റെ പേര് രാമേശ്വരം അല്ലേ, ശിവമന്ദിർ ഉണ്ടായിരുന്നു പേര് കേട്ട. അതുകൊണ്ട് തന്നെ രാമേശ്വരം എല്ലാവർക്കും അറിയാം, എല്ലാ ദേശത്തും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു രാമേശ്വരം. വ ഹമാരെ ഘർ സെ അധിക് ദൂർ നഹീ ഥാ. ആ മന്ദിർ ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുറേ ദൂരമൊന്നുമല്ല, ഏകദേശം അടുത്തായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ. 10 മിനിറ്റ് പൈതൽ ചൽ, ഒരു 10 മിനിറ്റ് നടന്നാൽ എത്താവുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ ശിവമന്ദിരത്തിലേക്ക് ടെമ്പിളിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ. ഹമാരെ ആസ്പാസ് കെ അധികതർ മുസ്ലിം പരിവാർ രഹ്താതെ. ഞങ്ങളുടെ അടുത്തൊക്കെ ഏകദേശം എല്ലാം മുസ്ലിം ഫാമിലി ആയിരുന്നു താമസിച്ചിരുന്നത്. ഹമാര ഇലാക്കമേം എക് ബഹുത് പുരാനി മസ്ജിദ് തി. ഞങ്ങളുടെ ആ ഒരു പ്രദേശത്ത്, ആ ഒരു ഏരിയയിൽ ഒരു പഴയ ഓൾഡ് മോസ്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ജഹാം ഷാം കോ നാമാസ് കെ ലിയെ മേരെ പിതാ മുझे अपने साथ ले जाते थे. ഞങ്ങളെ അച്ഛൻ എന്ത് ചെയ്യും, അവിടെ കൂട്ടിക്കൊണ്ടുപോകും. എന്തിന്? ആ ഓൾഡ് മോസ്കിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. നാമാസ് കെ ലിയെ, നമാസ് പറഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടിയിട്ട്. മേരി മാം അവർ ദാദി ഗർക്കെ ബച്ചോക്കെ സോത്തെ സമയം, എൻ്റെ അമ്മയും അതുപോലെ മുത്തശ്ശിയും വല്യമ്മയും ഞങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് കുട്ടികളെല്ലാവരും കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങുമ്പോൾ നല്ല കഥകളൊക്കെ പറഞ്ഞു തരും. ആ കഥകൾ എന്തായിരുന്നു അറിയോ? രാമായൺ കെ കിസ്സെ, രാമായണ കഥകൾ, അതുപോലെ പൈഗംബർ മുഹമ്മദ് സെ ജുഡി ഘടനായ സുനാതി ഹെ. എന്താ? പ്രവാചകൻ മുഹമ്മദ് നബിയുടെയൊക്കെ കഥകളും പിന്നെ ചരിത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ രാമായണത്തിൻ്റെ കഥ കണ്ടോ, അതാണ് ആ മതത്തിനോടുള്ള ബഹുമാനം. നമ്മൾക്ക് എന്താണെന്നറിയോ, കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, ഏതായിക്കോട്ടെ, അതിലെ നന്മ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അതാ പറഞ്ഞത്, രാമായണ കഥകൾ, രാമായണം ആ കഥ കേട്ടെന്ന് വിചാരിച്ച് കുട്ടി രാമായണത്തിലേക്ക് പോകും, അത് വിശ്വസിക്കുകയൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷേ അതിലുള്ള നന്മകൾ ഉൾക്കൊള്ളാൻ കുട്ടിക്ക് പറ്റും.
അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതാണ് മുത്തശ്ശിയും പിന്നെ അതുപോലെ അമ്മയൊക്കെ എന്ത് പറഞ്ഞു കൊടുക്കുമായിരുന്നു? രാമായണ കഥകളും അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കണ്ടോ, രണ്ടുമുണ്ട്. എന്തിനാ? കുട്ടികൾ അതിൽ നന്മ ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ നന്മ മാത്രം സ്വീകരിച്ചിട്ട് അത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, once more listen, all of you read with me. मेरा जन्म तमिलनाडु के रामेश्वरम कस्बे में एक तमिल परिवार में हुआ था. ഇത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ. ഇപ്പോൾ എൻ്റെ കൂടെ വായിക്കാൻ പറയുമ്പോൾ വേഗം അടിച്ചു വിട്ട് പോവുകയല്ല ചെയ്യേണ്ടേ, കൂടെ വായിക്കാൻ തന്നെ വേണം. അതൊക്കെ വെറുതെ ഞാൻ അങ്ങനെ പറയത്തില്ല. നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, വായിക്കാനും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ വായിക്കാൻ പറയുന്നത്. അപ്പോൾ കൈ വെച്ചിരുന്ന് എൻ്റെ കൂടെ വായിക്കുക. ओके, मेरा जन्म तमिलनाडु के रामेश्वरम कस्बे में एक तमिल परिवार में हुआ. मेरे पिता अधिक पढ़े लिखे नहीं थे. വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാവുണ്ടോ എന്ന് നോക്കണം കേട്ടോ. वे बहुत धनवान भी नहीं थे पर बहुत बुद्धिमान और खुले विचारों के थे. हम संयुक्त परिवार में रहते थे. हमारे घर में बाहर से आने वालों का भी तांता लगा रहता था. मेरी माँ आशी अम्मा उन सब के लिए खाना तैयार करती थी. मेरे माता पिता हमारे समाज में आदर्श दंपति माने जाते थे. मैं परिवार के कई बच्चों से एक था. सुंदर माता पिता का साधारण सा दिखाने वाला बच्चा. हम लोग अपने पुश्तैनी घर में रहते थे. यह घर 19वीं शताब्दी में बनाया गया था. चूने पत्थर और ईंटों से बना यह पक्का और बड़ा घर रामेश्वरम की मस्जिद वाली गली में था. मेरे पिता को दिखावा पसंद नहीं था, अतः घर में आवश्यक चीज़ें ही होती थी. मैं कह सकता हूँ कि मेरा बचपन बेफिक्री और सादेपन में बीता. मैं प्रायः अपनी माँ के साथ ही रसोई में ज़मीन पर बैठकर खाना खाया करता था. वे मेरे सामने केले का पत्ता बिछाती और फिर उस पर चावल और सुगंधित स्वादिष्ट सांभर देती. साथ में घर का बना अचार और नारियल की ताज़ा चटनी भी होती. रामेश्वरम जिस शिव मंदिर के कारण पूरे देश में प्रसिद्ध है वह हमारे घर से अधिक दूर नहीं था. 10 मिनट पैदल चलकर हम मंदिर तक पहुंच जाते थे. हमारे आसपास अधिकतर मुस्लिम परिवार रहते थे. हमारे इलाके में एक बहुत पुरानी मस्जिद थी जहाँ शाम को नमाज के लिए मेरे पिता मुझे अपने साथ ले जाते थे. मेरी माँ और दादी घर के बच्चों को सोते समय रामायण के किस्से और पैगंबर मोहम्मद से जुड़ी घटनाएं सुनाती थी. ओके, have you got? Yes, next paragraph. रामेश्वरम मंदिर के प्रमुख पूजारी लक्ष्मण शास्त्री मेरे पिता के अभिन्न मित्र थे. കണ്ടോ, രാമേശ്വരം മന്ദിരം എന്ന് പറഞ്ഞാൽ പേര് കേട്ട ഒരു ടെമ്പിളാണ്. കാരണം രാമേശ്വരം അറിയപ്പെടുന്നത് തന്നെ എന്താണ് ആ ശിവമന്ദിരം അവിടെ ഉള്ളത് കൊണ്ടാണ്. ആ രാമേശ്വരം മന്ദിരത്തിലെ പ്രമുഖ പേര് കേട്ട പൂജാരി ലക്ഷ്മൺ ശാസ്ത്രി എൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. मुझे आज भी याद है, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് कि वे दोनों अपनी पारिवारिक वेशभूषा में होते थे. അവരവരുടെ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഇപ്പോൾ അവരുടെ പാരമ്പര്യമായ വേഷഭൂഷ ട്രഡീഷണൽ കോസ്റ്റ്യൂംസിലാണെങ്കിൽ കൂടി അവർ अक्सर धार्मिक विषयों पर चर्चाएं करते रहते थे. റിലീജിയസ് സബ്ജക്ട്സൊക്കെ അവർ ചർച്ച നടത്തുമായിരുന്നു. അതായത് അവർ ധരിച്ചിരിക്കുന്നത് ട്രഡീഷണൽ കോസ്റ്റ്യൂംസൊക്കെ ആണെങ്കിൽ കൂടി ഇപ്പോൾ എൻ്റെ അച്ഛനാണെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പൂജാരി ലക്ഷ്മൺ ശാസ്ത്രി ഹിന്ദുക്കളുടെ പല കാര്യങ്ങളായിട്ടൊക്കെ ചർച്ചകളൊക്കെ നടത്തുമായിരുന്നു. കണ്ടോ, അങ്ങനെ വേണം.
ഏറ്റവും നല്ല ഫ്രണ്ട്സായിരുന്നു അവർ. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിരുന്നു രാമേശ്വരത്ത് അമ്പലത്തിലെ പ്രമുഖ പേര് കേട്ട പൂജാരിയായ ലക്ഷ്മൺ ശാസ്ത്രി. അദ്ദേഹം എൻ്റെ അച്ഛനും ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. എങ്കിലും അവർ അവരുടെ പാരമ്പരികമായ വേഷഭൂഷ ട്രഡീഷണൽ കോസ്റ്റ്യൂംസൊക്കെ ധരിച്ചിട്ട് അവർ മതപരമായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ജബ് മേരെ പിതാനെ ലക്കടി കി നൗകായം ബനാനെ കാ കാം ശുരു കിയ. എപ്പോഴാണ് എൻ്റെ അച്ഛൻ വുഡൻ ബോട്ട് വർക്ക്സ്, അതായത് തടി കൊണ്ടുള്ള ബോട്ട് നിർമ്മാണം തുടങ്ങിയത്? ഉസ് സമയമേ 6 സാൽ കാ ഥാ. ആ സമയത്ത് എനിക്ക് 6 സാൽ 6 ഇയർ അല്ലേ, 6 വയസ്സായിരുന്നു എനിക്കന്ന്. ഈ നൗകായം तीर्थयात्रियों को रामेश्वरम से धनुषकोडी तक यात्रा कराने का काम, അതായത് രാമേശ്വരത്തിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് ആളുകളെ കൊണ്ടുപോകണം. അതിനു വേണ്ടിയിട്ടുള്ള ബോട്ട് നിർമ്മാണമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ജോലി. ഹമാരെ ഘർ കെ പാസ് ഏക്ക് താലാബ് ഥാ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു താലാബ് പോണ്ട് ഉണ്ടായിരുന്നു, കുളം ഉണ്ടായിരുന്നു. ഉസ്കെ ബീച്ചോം ബീച്ച്, അതിൻ്റെ മിഡിലായിട്ട് രാമതീർത്ഥം ഉണ്ടായിരുന്നു. വഹാം പ്രതിവർഷ, അവിടെ ഓരോ വർഷം രാം സീതാ കാ വിവാഹ രചായ ജാതാ ഥാ. രാമൻ്റെയും സീതയുടെയും വിവാഹം നടത്തും അവർ. എവിടെ? ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ താലാബ് പോണ്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ മിഡിലായിട്ട് ബീച്ചോം ബീച്ച് രാമതീർത്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യേകം അവർക്ക് വേണ്ടിയുള്ള തീർത്ഥം. വഹാം പ്രതിവർഷം, അവിടെ ഓരോ വർഷവും രാമൻ്റെയും സീതയുടെയും വിവാഹം നടത്തും. അപ്പോൾ സമാരോഹ സ്ഥലം, ആ വെന്യൂയിലേക്ക്, ആ സംഭവ സ്ഥലത്തിലേക്ക് ശ്രീരാമൻ്റെ മൂർത്തി, പ്രതിമ, സ്റ്റാച്യു കൊണ്ടുപോകുന്നത് ഹമാരെ പരിവാർ, എൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാക്കുന്ന, എൻ്റെ അച്ഛനുണ്ടാക്കുന്ന ഒരു പ്രത്യേകമായിട്ടുണ്ടാക്കുന്ന ഒരു ബോട്ടിലായിരുന്നു. അതിനു വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് ഒരു പ്രത്യേക ബോട്ട് കൊടുക്കുമായിരുന്നു. മനസ്സിലായോ? അതായത് ആ രാമതീർത്ഥത്തിൽ പ്രതിവർഷ രാം സീതാ കാ വിവാഹ്, രാമൻ്റെയും സീതയുടെയും വിവാഹം നടക്കുമായിരുന്നു. അപ്പോൾ ഈ വെന്യൂയിലേക്ക്, ആ സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് എന്തുണ്ടാവും? സംഭവ സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം നിർമ്മിക്കപ്പെട്ട ബോട്ടിലായിരുന്നു രാമൻ്റെ പ്രതിമ, സ്റ്റാച്യു കൊണ്ടുപോയിരുന്നത്. ഉസീ നാവ് സെ ഭഗവാൻ കി മൂർത്തി രാമതീർത്ഥ തക്ക് ലേ ജായ്. ആ പ്രത്യേകം ഉണ്ടാക്കിയ ആ ബോട്ടിലായിരുന്നു രാമൻ്റെ ആ സ്റ്റാച്യു കൊണ്ടുപോയിരുന്നത്. ബച്പൻ മേ മേരെ 3 പക്കേ ദോസ്ത്. ഇനി അടുത്തത് പറയുന്നത്, കുട്ടിക്കാലത്ത് എനിക്ക് 3 ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ തമ്മിൽ. ആരൊക്കെയായിരുന്നു? രാമാനന്ദൻ, അരവിന്ദൻ ഔർ ശിവപ്രകാശൻ. കണ്ടോ ഫ്രണ്ട്സൊക്കെ ആരാ? രാമാനന്ദൻ, അരവിന്ദൻ ഔർ ശിവപ്രകാശൻ. രാമാനന്ദ് ശിവമന്ദിർ കെ പൂജാരി ലക്ഷ്മൺ ശാസ്ത്രിജി ക ബേട്ട. അപ്പോൾ ലക്ഷ്മൺ ശാസ്ത്രിജിയെ നമ്മൾ നേരെ പഠിച്ചു. ആരാ? കലാമിൻ്റെ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ലക്ഷ്മൺ ശാസ്ത്രി. ലക്ഷ്മൺ ശാസ്ത്രിയുടെ മകനായിരുന്നു ആര്? രാമാനന്ദൻ കലാമിൻ്റെ ഫ്രണ്ടായിരുന്നു. അരവിന്ദൻ ഔർ ശിവപ്രകാശൻ. രാമാനന്ദ്, അരവിന്ദൻ ഔർ ശിവപ്രകാശൻ. 3 രാമാനന്ദ് ശിവമന്ദിർ കെ പൂജാരി ലക്ഷ്മൺ ശാസ്ത്രിജി കാ ബേട്ട ഥാ. രാമാനന്ദൻ ശിവമന്ദിരത്തിലെ പൂജാരി ലക്ഷ്മൺ ശാസ്ത്രിജിയുടെ. അപ്പോൾ ലക്ഷ്മൺ ശാസ്ത്രി ആരാണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ആരാ? കലാമിൻ്റെ ഫാദറിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ലക്ഷ്മൺ ശാസ്ത്രി. അദ്ദേഹം ശിവമന്ദിരത്തിലെ പ്രശസ്തനായൊരു പൂജാരിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് രാമാനന്ദൻ. സഭി മുസ്ലിം ബച്ചോं की तरह, എല്ലാ കുട്ടികളും അന്നെന്താണ്? ടോപ്പി പഹൻകർ സ്കൂൾ ജാതാ. തൊപ്പി ധരിച്ചിട്ടായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. രാമാനന്ദ് അതുപോലെ ഞാനും തൊപ്പി ധരിച്ചിട്ടാണ് സ്കൂളിൽ പോയിരുന്നത്. അപ്പോൾ അന്നത്തെ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോൾ തൊപ്പി ധരിക്കും. ഞാനും അതുപോലെ തൊപ്പി ധരിച്ചിട്ടാണ് പോയിരുന്നതെന്ന് കലാം പറയുന്നു. രാമാനന്ദ് ജനേവ് പഹൻകർ ആതാ ഥാ. രാമാനന്ദ് പൂനൂല് കണ്ടിട്ടുണ്ട്? ബ്രാഹ്മൺസൊക്കെ ഇടും അങ്ങനെ കഴുത്തിൽ കൂടെ ഒരു നൂല്, കണ്ടില്ലേ? പൂനൂല്, ജനേവ്. ഹം ദോനോ കക്ഷാമേ സബ്സെ ആകെ കി ബെഞ്ച് പർ ബൈഠത്തെ थे. ഞങ്ങൾ രണ്ടുപേരും ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പോൾ രാമാനന്ദ് ആരായിരിക്കാം?
ആ ബ്രാഹ്മണനായിരിക്കാം. അതുകൊണ്ട് രാമാനന്ദൻ എന്താണ് പൂനൂൽ ധരിച്ചിട്ടാണ് വന്നിരുന്നത്. ഞാനാണെങ്കിൽ തൊപ്പിയും ധരിച്ചിട്ടാണ് പോയിരുന്നത്. ഞങ്ങൾ വളരെ അടുത്ത ഫ്രണ്ട്സായിരുന്നു. ബഡേ ഹോനെ पर രാമാനന്ദ് अपने पिता के स्थान पर उसी मंदिर का पुजारी बना. അപ്പോൾ വലുതായപ്പോൾ രാമാനന്ദൻ അച്ഛൻ ജോലി ചെയ്ത അതേ അമ്പലത്തിൽ പൂജാരിയായിട്ട് മാറി വലുതായപ്പോൾ. അല്ലേ? അച്ഛനെന്തായിരുന്നു? രാമേശ്വരം ടെമ്പിളിലെ പ്രശസ്തനായ ഒരു പൂജാരിയായിരുന്നു. അപ്പോൾ രാമാനന്ദ് സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ആ സ്ഥാനത്തേക്ക് मारी. अरविंद ने तीर्थयात्रियों को घुमाने के लिए टेम्पो चलाने का कारोबार कर लिया. അവിടെ ധാരാളം തീർത്ഥയാത്രികൾ വരും. കാരണം ആ പേര് കേട്ട ടെമ്പിളായിരുന്നു ശിവമന്ദിർ എന്ന് പറയുന്നത്. ആ ശിവമന്ദിരത്തേക്ക് ഒരുപാട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ആളുകൾ വരും. അപ്പോൾ ഇവരെ കൊണ്ടുപോകുന്ന ഘുമാനയ്ക്ക് ടെമ്പോ കൊണ്ട് നടത്തുന്ന ബിസിനസ്സായിരുന്നു ആർക്ക്? അരവിന്ദൻ. അപ്പം 3 ഫ്രണ്ട്സ് ഉണ്ട്. ഒരാൾക്ക് രാമാനന്ദൻ അച്ഛൻ്റെ പോലെ പൂജാരിയായി. പിന്നുള്ളത് അരവിന്ദനാണ്. അരവിന്ദൻ തീർത്ഥയാത്രികരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ടെമ്പോ ബിസിനസ്സാണ്. ശിവപ്രകാശനാണെങ്കിൽ ദക്ഷിൺ റെയിൽവേയിൽ ഖാൻ പാൻ കാ ടേക്കേദാർ ഹോഗ. കാറ്ററിംഗ് കോൺട്രാക്ടറാണ്. കാറ്ററിംഗ് അതായത് ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു. അതായത് ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ആളായിരുന്നു ആര്? ശിവപ്രകാശൻ. റെയിൽവേയിൽ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന ബിസിനസ്സായിരുന്നു ആർക്ക്? ശിവപ്രകാശൻ. അപ്പം കുട്ടിക്കാലത്ത് എനിക്ക് 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഒന്ന് രാമാനന്ദൻ വലുതായപ്പോൾ അവൻ്റെ അച്ഛൻ്റെ ജോലി ഏറ്റെടുത്തു. അമ്പലത്തിലെ പൂജാരിയായി. പിന്നെ അരവിന്ദൻ തീർത്ഥയാത്രികരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ടെമ്പോയിലായിരുന്നു അവന് ജോലി. പിന്നെ ശിവപ്രകാശൻ ദക്ഷിൺ റെയിൽവേയിൽ കാറ്ററിംഗ് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്തു. മേരെ വിജ്ഞാൻ കി ശിക്ഷക്, ഇനി പറയുന്നത് അധ്യാപകനെ കുറിച്ചാണ്. മേരെ വിജ്ഞാൻ കി ശിക്ഷക് ശിവസുബ്രഹ്മണ്യ അയ്യർ മുझे बहुत पसंद करते थे. എൻ്റെ സയൻസ് ടീച്ചർ ആയ ശിവസുബ്രഹ്മണ്യ അയ്യർക്ക് എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. വി കഹാ കർത്തേ थे, അദ്ദേഹം പറയുമായിരുന്നു, कलाम मैं तुम्हें ऐसा बनाना चाहता हूँ कि तुम देश विदेश के उच्च शिक्षित व्यक्ति के रूप में पहचाने जाओ. അപ്പോൾ मेरे विज्ञान के शिक्षक ശിവസുബ്രഹ്മണ്യ അയ്യർ को मुझे बहुत पसंद करते थे. എൻ്റെ സയൻസ് ടീച്ചർക്ക് എന്നെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. അപ്പോൾ ടീച്ചർ എന്നോട് എപ്പോഴും പറയും, കലാം मैं तुम्हें ऐसा बनाना चाहता हूँ, ഞാൻ നിന്നെ അങ്ങനെ ആക്കാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? നീ ദേശത്തും വിദേശത്തും, അതായത് ഈ ലോകം മുഴുവൻ, ദേശത്ത് മാത്രമല്ല വിദേശത്തൊക്കെ ഉച്ചശിക്ഷിത വ്യക്തിക്ക് രൂപം ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് കാണാൻ ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നു. ദ്വിതീയ വിശ്വയുദ്ധ സമാപ്ത ഹോ ചുക്കാ था. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ വാസ് ഓവർ. സെക്കൻഡ് വേൾഡ് വാർ അവസാനിച്ച സമയം. ഭാരത് की आज़ादी भी बहुत दूर नहीं था. ഭാരതത്തിൻ്റെ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് വാസ് ഓൾസോ നോട്ട് ഫോർ എവർ. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വളരെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയം. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞതിൻ്റെ ഏകദേശം അടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. മേമിനെ 5वीं കക്ഷ ഉത്തീർണ്ണ കർ ലീ थी. അപ്പോഴാണ് ഞാൻ 5ാം ക്ലാസ് പാസ്സായത്. आगे की पढ़ाई के लिए रामेश्वरम से बाहर जाना आवश्यक था. It was necessary to go out the Rameshwaram for further studies. എനിക്ക് രാമേശ്വരത്തു നിന്നും പുറത്തു പോവേണ്ടതായിട്ട് വന്നു. मैंने पिताजी से जिला मुख्यालय रामनाथपुरम जाकर पढ़ाई करने की अनुमति मांगी. ഞാൻ അച്ഛനോടൊപ്പം പോയിട്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ, ജില്ലാ മുഖ്യാലയ എന്നാൽ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് അവിടുന്ന് പെർമിഷനൊക്കെ വാങ്ങി. അങ്ങനെ പെർമിഷൻ വേണം. പെർമിഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്തിന് പറ്റുള്ളൂ? പുറത്ത് പോയി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 5ാം ക്ലാസ് കഴിഞ്ഞാൽ തന്നെ അവർ വീട് വിട്ട് പുറത്ത് പോകണം പഠിക്കണം. ഇന്നത്തെ പോലെ 5ാം ക്ലാസ് കഴിഞ്ഞാൽ അടുത്തടുത്ത് സ്കൂളുകളും പഠിക്കാനുള്ള സൗകര്യങ്ങൾ. അതുകൊണ്ടാണ് പണ്ട് കാലത്തൊക്കെ വിദ്യാഭ്യാസം വളരെ കുറഞ്ഞു പോയത്. ദൂരെ വിടാൻ മടിച്ചിട്ട് ആരും അങ്ങനെ പഠിപ്പിക്കില്ല. എന്നാൽ അതാണ് ആദ്യമേ പറഞ്ഞു, എൻ്റെ അച്ഛൻ ഓപ്പൺ മൈൻഡഡ് ആയിരുന്നു, തുറന്ന ചിന്താഗതിക്കാരനായിരുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെ പുറത്ത് വിട്ട് പഠിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ദ്വിതീയ വിശ്വയുദ്ധ സമാപ്ത ഹോ ചുക്കാ था. 2ാം ലോക മഹായുദ്ധം അവസാനിച്ച ആ സമയത്താണ്
ഭാരത് കി ആസാദി, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ ദൂരത്തൊന്നുമല്ല. അതായത് സ്വാതന്ത്ര്യം കിട്ടാൻ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള അടുത്തൊരു കാലഘട്ടത്തിലായിരുന്നു ഞാൻ 5ാം ക്ലാസ് പാസ്സായത്. അപ്പോൾ പോവേണ്ടത് അത്യാവശ്യമായിട്ട് വന്നു. രാമേശ്വരത്തു നിന്നും ഫർദർ സ്റ്റഡീസിന് വേണ്ടി രാമേശ്വരത്തു നിന്നും പുറത്ത് പോവേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമായി. അങ്ങനെ അതിന് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് അനുവാദമൊക്കെ വാങ്ങി അച്ഛനോടൊപ്പം ഞങ്ങൾ പുറപ്പെട്ടു. അപ്പോൾ മീ വൺസ് ഓൾ ഓഫ് യു നന്നായിട്ട് എൻ്റെ കൂടെ തന്നെ വായിക്കണം, നിർബന്ധമായിട്ടും വായിക്കണം. കാരണം അപ്പോഴേ നിങ്ങൾക്ക് ഒന്നുകൂടെ അത് മനസ്സിലാവുള്ളൂ കേട്ടോ. ലിസൺ, അതായത് പേജ് നമ്പർ 61 സെക്കൻഡ് പാരഗ്രാഫ് മുതൽ എല്ലാവരും എൻ്റെ കൂടെ ഒരു തവണ വായിക്കുക, കൈ വെച്ചിട്ട്. ओके। रामेश्वरम मंदिर के मुख्य पुजारी लक्ष्मण शास्त्री मेरे पिता के अभिन्न मित्र थे। मुझे आज भी याद है कि वे दोनों अपनी पारंपरिक वेशभूषा में होते थे और अक्सर धार्मिक विषयों पर चर्चाएं करते रहते थे। जब मेरे पिता ने लकड़ी की नौकाएं बनाने का काम शुरू किया, उस समय मैं 6 साल का था। ये नौकाएं तीर्थयात्रियों को रामेश्वरम से धनुषकोडी तक यात्रा कराने का काम आती थी। हमारे घर के आसपास एक तालाब था, उसके बीचों बीच राम तीर्थ था। वहाँ प्रतिवर्ष राम सीता का विवाह रचाया जाता था। समारोह स्थल तक श्री राम की मूर्ति ले जाने के लिए हमारा परिवार विशेष प्रकार की नाव बनाता था। उसी नाव से भगवान की मूर्ति राम तीर्थ तक ले जाती थी। बचपन में मेरे 3 पक्के दोस्त थे, रामानंद, अरविंदन और शिव प्रकाशन। रामानंद शिव मंदिर के पुजारी लक्ष्मण शास्त्री जी का बेटा था। सभी मुस्लिम बच्चों की तरह मैं भी टोपी पहनकर स्कूल जाता था। रामानंद जनेऊ पहनकर आता था। हम दोनों कक्षा में सबसे आगे की बेंच पर बैठते थे। बड़े होने पर रामानंद अपने पिता के स्थान पर उसी मंदिर का पुजारी बना। अरविंद ने तीर्थयात्रियों को घुमाने के लिए टेम्पो चलाने का कारोबार कर लिया। शिव प्रकाशन दक्षिण रेलवे में खान पान का ठेकेदार हो गया। मेरे विज्ञान के शिक्षक शिव सुब्रमण्य अय्यर मुझे बहुत पसंद करते थे। वे कहते थे, कलाम, मैं तुम्हें ऐसा बनाना चाहता हूँ कि तुम देश विदेश में उच्च शिक्षित व्यक्ति के रूप में पहचाने जाओ। द्वितीय विश्व युद्ध समाप्त हो चुका था। भारत की आज़ादी भी बहुत दूर नहीं था। मैंने 5वीं कक्षा उत्तीर्ण कर ली थी। आगे की पढ़ाई के लिए रामेश्वरम से बाहर जाना आवश्यक था। मैंने पिताजी से जिला मुख्यालय रामनाथपुरम जाकर पढ़ाई करने की अनुमति मांगी। പെർമിഷനൊക്കെ എടുത്തു. അങ്ങനെ പിതാജി ഹം ചാരോ ഭായിയോങ്കോ മസ്ജിദിലേക്ക്, അന്ന് ഞാൻ പോകുന്ന ദിവസം ഞങ്ങൾ 4 സഹോദരന്മാരുമായിട്ട് എൻ്റെ അച്ഛൻ പള്ളിയിൽ പോയി. വഹാ പവിത്ര ഖുർആൻ സെ അൽ ഫാത്തിഹ പഠിക്കർ പ്രാർത്ഥന കി, അവിടെ നിന്നും പരിശുദ്ധ ഖുർആനിലെ അൽ ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് പ്രാർത്ഥിച്ചു. ഫിർ പിതാജി മുझे രാമേശ്വരം സ്റ്റേഷൻ തക് छोड़ने आया और कहा, എന്നിട്ട് അവിടെ നിന്നും അച്ഛൻ എന്ത് ചെയ്തു, രാമേശ്വരം സ്റ്റേഷനിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മേരെ ബച്ചേ, എൻ്റെ കുട്ടി, ഈശ്വർ തുമേ ഖുശ് രഖേ, ഗോഡ് ബ്ലസ് യു ബേബി, ഗോഡ് ബ്ലസ് യു, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ രാമനാഥപുരം അയ്യാദുരെ സോളമൻ ഗുരുജി മേരെ ആദർശ് വരെ, അങ്ങനെ അവിടെ നിന്ന് പോയത് രാമനാഥപുരത്തേക്കായിരുന്നു. രാമനാഥപുരം രാമനാഥപുരം, അങ്ങനെ കെയിം ടു രാമനാഥപുരത്തിലെത്തി. അവിടെ അയ്യാദുരെ സോളമൻ ഗുരുജി മേരെ ആദർശ് ബനെ, അയ്യാദുരെ സോളമൻ ഗുരുജി ബിക്കം മൈ ഐഡിയൽ, എൻ്റെ ഐഡിയൽ അധ്യാപകനായിട്ട് എൻ്റെ മാറി അയ്യാദുരെ സോളമൻ. ഉन्होंने मुझे सिखाया, അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ദേ ടോട്ട് മീ कि मैं जो कुछ भी चाहता हूँ, मैं जो कुछ भी चाहता हूँ निश्चित रूप से उसे पा सकूँगा. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിച്ച സാധനം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുക തന്നെ ചെയ്യുന്നു. അദ്ദേഹമാണ് എന്നെ പഠിപ്പിച്ചത്.
കണ്ടോ, ഉന്നെ മുझे സിഖായ, അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. ആര്? അയ്യാദുരെ സോളമൻ. അതായത് രാമനാഥപുരത്തിലേക്ക് ഫർദർ സ്റ്റഡീസിന് വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ ഐഡിയൽ ടീച്ചറായി മാറിയ അയ്യാദുരെ സോളമൻ ഗുരു, അയ്യാദുരെ സോളമൻ, അദ്ദേഹത്തിന് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. എന്താ പഠിപ്പിച്ചത്? ഉന്നെ സിഖായ കി മേം कुछ भी चाहता हूँ निश्चित रूप से उसे पासा, I can definitely find whether I want. ഡെഫിനറ്റ്ലി ഫൈൻഡ്, നമുക്ക് കണ്ടെത്താൻ സാധിക്കും എന്താണോ നമുക്ക് ആഗ്രഹം. നമ്മൾ ആഗ്രഹിച്ച് തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ തന്നെ പറ്റും. ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് വാട്ട് എവർ ഐ വാണ്ട്. എന്താണോ നമുക്ക് ആവശ്യം അത് തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്താഗ്രഹിച്ചാലും ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാൻ നമുക്കൊരു മടി ഉണ്ടാവില്ല. വെറുതെ ആഗ്രഹിച്ചാൽ പോരാ, കിട്ടണം, അതെനിക്ക് വേണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് കിട്ടുന്നെ ചെയ്യും. ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്, ഇപ്പം നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് സ്കൂൾ തുറക്കട്ടെ കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ പറ്റുമെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ സോളമൻ ടീച്ചറായിരുന്നു. നിശ്ചിത രൂപസേ ഉസേ പാസ്സാകും. അപ്പം നിങ്ങളും ശ്രദ്ധിക്കുക. എന്താണ്? മേൻ ജോ കുച്ച് ഭീ ചാഹത്താ ഹും, നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എന്ത് നേടാനാണോ നമ്മൾ ആഗ്രഹിച്ചത്, നിശ്ചിത രൂപസേ ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അത് നേടിയെടുക്കാൻ പറ്റും. ബച്പൻ സേ ഹി മുझे ആകാശ്, കണ്ടോ, എനിക്കാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ ബച്പൻ സേ ഹി ഫ്രം മൈ ചൈൽഡ്ഹുഡ് ആകാശ് അട്രാക്റ്റ്, അതായത് ആകാശം എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ആകാശം വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു, വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നെ. ആകർഷിത് കർത്താ ഥാ सारस को समुद्र के ऊपर मंडराते और अन्य पक्षियों की ऊंची उड़ाने भरने देकर मैं सोचता था कि ये इतना ऊंचा उड़ के इससे लेते हैं, हाउ डस इट फ्लाई टू सो हाई. ചെറുപ്പത്തിലെ, അതായത് സമുദ്രത്തിൻ്റെ മുകളിലൂടെയൊക്കെ ഇങ്ങനെ പക്ഷികളൊക്കെ പറക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറന്നു പോകുമ്പോൾ ഞാൻ വിചാരിക്കും, എങ്ങനെ ഇവർ ഇത്രയും ദൂരത്തിൽ ഇങ്ങനെ പറക്കുന്നത്. കുട്ടിക്കാലത്ത് തന്നെ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അങ്ങനെ മെന്നെ നിശ്ചിത, അപ്പോഴാണ് ഞാൻ അങ്ങനെ വിചാരിച്ചത്, ആയിക്കൂടെ സോളമൻ ഗുരു പറഞ്ഞു നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് കിട്ടുമെന്ന്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് ആകാശം വല്ലാത്ത ഇഷ്ടമായിരുന്നു. പക്ഷികളൊക്കെ പറന്ന് നടക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ചിന്തിക്കുമായിരുന്നു, എങ്ങനെ ഇവർ ഇത്രയും ദൂരത്തിൽ പറക്കുന്നതെന്ന്. മെന്നെ നിശ്ചയിക്കുക, അപ്പം ഞാൻ തീരുമാനിച്ചു, ഐ ഡിസൈഡ് ഏക് ദിൻ മേ ബി ആകാശ് മേ ഏസി ഉടാനേ പറയും, ഒരു ദിവസം ഞാനും ആകാശത്ത് ഇങ്ങനെ ഒരെണ്ണം പറത്തുമെന്ന് ഞാൻ അന്ന് തീരുമാനിച്ചു. കണ്ടോ, ഓർത്ത് നോക്കിയേ, ചെറിയ വല്ല തീരുമാനമാണത് അല്ല, ഒരു അത്യാവശ്യം. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾക്കും പറ്റും. നമുക്ക് അതോ ആദ്യമേ പറഞ്ഞു സാധാരണ അച്ഛൻ്റെ അമ്മയുടെയും സാധാരണ കുട്ടിയാണെന്നല്ലേ. അപ്പം നമ്മൾ വിചാരിക്കും ഞാനൊന്നും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല, എൻ്റെ അച്ഛൻ്റെ അടുത്ത് പൈസ അല്ല, എൻ്റെ അമ്മയുടെ അടുത്ത് പൈസ അല്ല. അതിനാണ് കലാം ആദ്യമേ പറഞ്ഞത്, ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു എൻ്റെ അച്ഛൻ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നില്ല. പിന്നെന്താണ്, ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ. നോട്ട് റിച്ച് മാൻ, ഒരിക്കലും എന്താണ് നല്ല പണക്കാരനായ വ്യക്തിയുമായിരുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. അതായത് നമ്മളെപ്പോലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ആളാണ്. പക്ഷേ ഒരു അധ്യാപകൻ്റെ ഒരു വാക്ക്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് ഒരു വാക്കും, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും, ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാർഡ് വർക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പം മെന്നെ നിശ്ചയിക്കാക്കി ഏക് ദിൻ മേം ഭി ആകാശ് മേ ഐസി ഉടാനെ വരും, ഞാൻ തീർച്ചയായിട്ടും ആകാശത്തിൽ ഇങ്ങനെ ഒരെണ്ണം പറത്തുക തന്നെ ചെയ്യും. കുച്ച് സാൽ ബാദ് ആകാശ് മേ ഉഡാൻ ഭർനെ വാലെ മേം രാമേശ്വരം കാ പഹല ബാലക് നിക്കല, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ആകാശത്ത് ഇങ്ങനെ ഒരെണ്ണം പറത്തിയ ആദ്യത്തെ കുട്ടിയായിരുന്നു ഞാൻ രാമേശ്വരത്തെ. എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ, കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഞാനങ്ങനെ അന്ന് പറഞ്ഞിരുന്നു, അല്പം വർഷങ്ങൾക്ക് ശേഷം രാമേശ്വരത്തെ ആദ്യത്തെ ബാലകനായ ഞാൻ, ആകാശത്തിങ്ങനെ പറത്തിയ ആദ്യത്തെ ബാലകൻ ഞാനായിരുന്നു.
അപ്പോഴും അദ്ദേഹം ആരെ ഓർത്തു? യഹ് അയ്യാദ് സോളമൻ ഗുരുജി കാ പ്രേരണ കാ ഹി പരിണാം ഹേ. എന്താ റിസൾട്ട് ഓഫ് ദ ഇൻസ്പിറേഷൻ? ആരുടെ? അയ്യാദ് സോളമൻ ഗുരുജിയുടെ ഇൻസ്പിറേഷൻ്റെ റിസൾട്ടാണ് ആ വന്നത്. കണ്ടോ, അന്ന് അദ്ദേഹം ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിന് എന്ത് പറത്താൻ പറ്റിയത്? ആകാശത്ത് അങ്ങനെ ഒന്ന് പറത്താൻ പറ്റിയത്. മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് അല്ലേ? അതാ പറഞ്ഞത്, ചില വാക്ക് മതി ഒരാളെ ഒരുപാട് അങ്ങനെ ഉയർത്തിക്കളയാൻ. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആരുടെങ്കിലും ഒരു മനസ്സിൽ, ആരുടെങ്കിലും ചെവിയിൽ, ആരുടെങ്കിലും ഹൃദയത്തിൽ ഞങ്ങളുടെ ഈ വാക്കുകളൊന്ന് കൊളുത്തി അവരെങ്ങാനും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ഗിഫ്റ്റ് വേറെ ഇല്ല ഒരു ടീച്ചർക്ക്. ഒരു ടീച്ചർക്ക് അത് തന്നെയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ്. പിന്നീട് അവർ ഓർക്കുക കൂടി ചെയ്താൽ, പിന്നീട് അവർ വലിയ ആളുകളാകുമ്പോൾ അവർ ഓർക്കുക, അന്ന് എൻ്റെ ടീച്ചർ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് എന്നൂടെ അവർ ഓർത്താൽ, പറയൊന്നും വേണ്ട, മനസ്സിൽ ഓർത്താൽ മതി, ആ ടീച്ചർക്ക് അതിനേക്കാളും വലിയൊരു സന്തോഷം വേറെയില്ല. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ ഒരു പറഞ്ഞൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അത് കൊളുത്തി. വർഷങ്ങൾക്ക് ശേഷം ആ വാക്ക് സത്യമായി മാറിയപ്പോൾ അദ്ദേഹം ആരെ ഓർത്തു? അദ്ദേഹത്തിൻ്റെ ആ ടീച്ചറെ ഓർത്തു. തീർച്ചയായിട്ടും ഇത് അയ്യാദ് സോളമൻ ഗുരുജിയുടെ ഇൻസ്പിറേഷൻ ആ റിസൾട്ടാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വേ സച്ച്മുച്ച് ഏക് മഹാൻ ശിക്ഷക് ഥേ, ഹി വാസ് റിയലി എ ഗ്രേറ്റ് ടീച്ചർ. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു നല്ല ടീച്ചർ തന്നെയാണ്. വേ സബി ഛാത്രോങ്കോ, അവരെന്താണ്, എല്ലാ കുട്ടികളെയും വി മെയ്ഡ് ഓൾ സ്റ്റുഡൻറ്റ് ഫീൽ ദ പവർ ആൻഡ് എബിലിറ്റി ഹിഡൻ വിത്തിൻ ഹിം. അതായത് എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവിനെ പുറത്തു കൊണ്ടുവരാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു കഴിവ് അയ്യാദ് സോളമൻ ഗുരുജിക്ക് ഉണ്ടായിരുന്നു. രാമനാഥപുരം में मुझे घर की बहुत याद आती थी. मैं घर जाने के അവസർ തലാഷ് रहता था. കണ്ടോ, സാധാരണ ഒരു കുട്ടിയായിരുന്നോണ്ട് എങ്ങനെ ചിന്തിച്ചത്? ഐ യൂസ്ഡ് ടു മിസ് ഹോം എ ലോട്ട് ഇൻ രാമനാഥപുരം. രാമനാഥപുരത്തെത്തി 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ കൊണ്ടേതേ, പിന്നെ എങ്ങനെയാ അല്ലേ? അവിടെ എത്തിയപ്പോൾ എനിക്ക് എൻ്റെ വീടിനെ കുറിച്ച് വല്ലാതെ ഓർമ്മ വന്നു. എനിക്കത് എൻ്റെ വീടും എൻ്റെ ഫാമിലിയൊക്കെ വല്ലാതെ മിസ് ചെയ്തു. मैं घर जाने का അവസർ തലാഷ് रहता था. ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഓരോ കാരണങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു, സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഏ പഠായിക്ക് അച്ഛേ അവസർ തോ ഹേ, ദർ വർ ഗുഡ് ഓപ്പർച്യൂണിറ്റീസ് ടു സ്റ്റഡി ഹിയർ. എന്നാൽ ഇവിടെ രാമനാഥപുരത്ത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. പർമേം അപ്പനി മാക്കി ബനായി, എന്നാലും എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്, ബട്ട് ഐ കുഡിൻ ഫോർഗെറ്റ്, എനിക്ക് മറക്കാൻ സാധിച്ചിരുന്നില്ല മൈ മദേഴ്സ് പോളി. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഒരു മിഠായി ഉണ്ടായിരുന്നു, പോളി. അതെനിക്ക് വല്ലാതെ മിസ് ചെയ്തു. അതൊരു സൗത്ത് ഇന്ത്യാസ് ഡെസേർട്ടാണ് കേട്ടോ, ഭുല ജാത്താ ഥാ. മേരി മാ പോളിക്ക് 12 തരസെ മിഠായിയാൻ ബന. എൻ്റെ അമ്മ പോളി എന്ന് പറഞ്ഞ മിഠായിയുടെ 12 തരം മിഠായികൾ ഉണ്ടാക്കുമായിരുന്നു. പിന്നെയോ വളരെ ഈ 12 എണ്ണത്തിനും പ്രത്യേക ടേസ്റ്റും അതുപോലെ തന്നെ സുഗന്ധമായിരുന്നു. അതായത് ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരുന്നു, ഓരോ സുഗന്ധമായിരുന്നു 12. അപ്പോൾ ഇതൊക്കെ എനിക്ക് അവിടെ പോയിട്ട് വല്ലാതെ മിസ് ചെയ്തു. കുട്ടിയാണ്, ഇപ്പോൾ കുഞ്ഞു കുട്ടിയല്ലേ, നമ്മൾ 6ാം ക്ലാസ്സിലെത്തി, 5ാം ക്ലാസ്സിലെ കുട്ടീനെയൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി താമസിപ്പിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, വീടും വീട്ടുകാരും അമ്മയൊക്കെ മിസ് ചെയ്യും. അങ്ങനെ ആ ഒരു അനുഭവം അബ്ദുൽ കലാമിനുണ്ടായി. പക്ഷേ അവിടെ പഠിക്കാനുള്ള നല്ലൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ എന്താണ്, മേരി മാ പോളിക്ക്, പിന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പിടിച്ചു നിന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് അമ്മ ഉണ്ടാക്കുന്ന മിഠായികളൊക്കെ വന്നു. എന്നിരുന്നിട്ടും അദ്ദേഹം അവിടെ തന്നെ പിടിച്ചു നിന്നു. घर की बहुत याद आने पर भी मैं नए माहौल में रहकर पिताजी का सपना साकार करना चाहता था. കണ്ടോ, വീട്ടിലേക്ക് പോകാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാകുമ്പോഴും അദ്ദേഹം ഒരു കാര്യം ഓർത്തുള്ളൂ, എന്ത്? അച്ഛൻ്റെ ആഗ്രഹം. എൻ്റെ അച്ഛന് വല്ലാത്ത ഇഷ്ടമായിരുന്നു ഞങ്ങൾ വലിയ घर की बहुत याद आने पर भी मैं नए माहौल में रहकर पिताजी का सपना साकार करना चाहता था. എന്താണ്? എൻ്റെ അച്ഛൻ്റെ വലിയൊരു സ്വപ്നം അത് സാക്ഷാത്കരിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായി. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്ന ആഗ്രഹം കളഞ്ഞു. Even after missing home a lot, I wanted to fulfill my father's dreams by living in a new environment. അതായത് ആ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ, അതായത് പുതിയ രാമനാഥപുരം അദ്ദേഹത്തിന് പുതിയൊരു സ്ഥലമായിരുന്നു, അവിടെ നിന്നുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അച്ഛൻ്റെ
ഡ്രീം എന്ത് ചെയ്യണം, സാധിച്ചു കൊടുക്കണമെന്നായിരുന്നു. मैं जानता था कि मेरी सफलता से पूरे परिवार की സമൃദ്ധി जुड़ी है. അതായത് ഐ ന്യൂ ദാറ്റ് മൈ സക്സസ് വാസ് ലിങ്ക്ഡ് ടു ദ പ്രോസ്പെരിറ്റി ഓഫ് ദ ഹോൾ ഫാമിലി. അതായത് എൻ്റെ സക്സസ്സിൽ, എൻ്റെ വിജയത്തിലാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ എന്താണ് വിജയം നിൽക്കുന്നതെന്ന്, എൻ്റെ സക്സസ്സിലാണ് എൻ്റെ കുടുംബത്തിൻ്റെ മുഴുവൻ വിജയം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ मैंने अपना लक्ष्य पाने के लिए കഠോർ പരിശ്രമം കിയ. അങ്ങനെ എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഹാർഡ് വർക്ക് ചെയ്തു. ഐ വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് മൈ ഗോൾ. എന്ത് ചെയ്തു, ഞാൻ വല്ലാതെ ഹാർഡ് വർക്ക് ചെയ്തു എൻ്റെ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. मैं रामेश्वरम नहीं लौटा बल्कि अपने घर से और दूर चलता चला गया. I didn't return to रामेश्वरम but വാക്ക്ഡ് അവേ ഫ്രം മൈ ഹൗസ്. അങ്ങനെ വീട്ടിലേക്ക് പോവാതെ തന്നെ അവിടെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രീമിനെ നിറവേറ്റുക തന്നെ ചെയ്തു. തീർച്ചയായിട്ടും ഇത് നമുക്കൊക്കെ പറ്റുന്ന കാര്യമാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ആത്മാർത്ഥമായിട്ടൊരാഗ്രഹം ഉള്ളിലുണ്ടായാൽ മതി, ബാക്കിയൊക്കെ അങ്ങ് വന്നോളൂ. വെറുതെ ആഗ്രഹിച്ച് എനിക്ക് അതാവണം ഇതാവണം എന്ന് എല്ലാവരുടെ മനസ്സിലുണ്ടാവാം, എനിക്ക് വലിയതായിട്ടിതാ, പക്ഷെ എന്താണ്, ആരൊന്നും ചെയ്യില്ല. അതല്ല, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം വരുന്നത് ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, നന്നായിട്ട് വായിക്കുക. ഒരു 5 times എങ്കിലും ചാപ്റ്റർ നന്നായിട്ട് വായിക്കുക നിർബന്ധമായിട്ടും. ഓക്കെ, ടുഡേ ദാറ്റ്സ് ഇനഫ്. വി വിൽ മീറ്റ് നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.